ഭൂമി ഒരു പന്തിനു ചുറ്റും കറങ്ങാൻ ഇനി മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പ്. കാൽപന്ത് കളി മാമാങ്കമായ ലോകകപ്പ് ഫുട്ബോളിന്റെ 23-ാം പതിപ്പിന് ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച പുലർച്ചെ 12:30 തുടക്കമാകും. ആതിഥേയ രാജ്യങ്ങളിലൊന്നായ മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ് ആദ്യ പോരാട്ടം. ജൂലൈ 19-നാണ് ഫൈനൽ. ആതിഥ്യത്തിലും പങ്കാളിത്തത്തിലും ലോകകപ്പ് ചരിത്രത്തിലെ വലിയ മാറ്റങ്ങളോടെയാണ് അമേരിക്കയും മെക്സിക്കോയും കാനഡയും ആതിഥ്യമരുളുന്നത്. കൂടുതൽ ടീമുകളും മത്സരങ്ങളുമാണ് പ്രധാന പ്രത്യേകത. ലയണൽ മെസ്സി നയിക്കുന്ന നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന, ലാമിൻ യമാൽ എന്ന ചെറുബാല്യക്കാരന്റെ ചിറകേറി വരുന്ന യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിൻ, കഴിഞ്ഞ 2 ലോകകപ്പുകളിലും ഫൈനലിൽ കളിച്ച എംബാപ്പയുടെ ഫ്രാൻസ്, പ്രൗഢ പാരമ്പര്യവുമായി ജർമ്മനി, പ്രതാപം വീണ്ടെടുക്കാനായി ബ്രസീൽ, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന പടനായകനായി കപ്പടിക്കാനെത്തുന്ന പോർച്ചുഗൽ, വാഴ്ത്തുപാട്ടുകളിൽ കേമക്കാരല്ലെങ്കിലും ഇംഗ്ലണ്ടും ഹോളണ്ടും കളിക്കളത്തിലെ ഈറ്റപ്പുലികളാണ്. ക്രൊയേഷ്യയും ബെൽജിയവും മൊറോക്കോയും കറുത്ത കുതിരകളാകാൻ ശേഷിയുള്ളവരാണ്. സെനഗലും ഘാനയും ഈജിപ്തും ഉൾപ്പെടെയുള്ളവരാണ് ആഫ്രിക്കൻ കരുത്തരാകുന്നത്. ജപ്പാനും ദക്ഷിണ കൊറിയയും സൗദിയും ഇറാനും ഇറാഖുമാണ് ലോകകപ്പിലെ ഏഷ്യൻ പ്രതീക്ഷകൾ. ആദ്യ ലോകകപ്പിന്റെ രുചിയറിയാൻ ഉസ്ബെക്കിസ്ഥാനും ജോർദാനും ഇത്തിരി കുഞ്ഞന്മാരായ കേപ്പ് വെർദെയും കുറാസോയും. ട്രയാൻഡ എന്ന പന്തിന്റെ ചലനങ്ങളാകും ഇനി കായിക ലോകത്തിന്റെ ചങ്കിടിപ്പ്. മെസ്സിയുടെയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും നെയ്മറുടെയും ലൂക്ക മോഡ്രിച്ചിന്റെയും ഒക്കെ കരിയറിലെ അവസാന ലോകകപ്പായിരിക്കും ഇത്. മെസ്സിയുടെ കിരീട സ്വപ്നം 4 വർഷങ്ങൾക്ക് മുമ്പ് ഖത്തറിൽ സഫലമായിരുന്നു. ക്രിസ്ത്യാനോയ്ക്ക് ഇത്തവണ ഭാഗ്യമുണ്ടാകുന്നതിനായി ആരാധകർ കാത്തിരിക്കുകയാണ്. ശ്രദ്ധിക്കപ്പെടാൻ പ്രാപ്തിയുള്ള സ്പാനിഷ് കൗമാര പ്രതിഭ ലാമിൻ യമാൽ അടക്കം ഒരു പിടി അരങ്ങേറ്റക്കാരുമുണ്ട്. സ്പോർട്സ് ഡെസ്ക്, കേരള പ്രണാമം.